ശബരിമല തീർത്ഥാടനം നമുക്ക് ഒരുപാട് നല്ല സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്രതം തന്നെയാണ്. വ്രതം ഒരുതരം അച്ചടക്കമാണ്. സ്വാമി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നിയന്ത്രണങ്ങളുണ്ടാവും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, നടക്കുന്നു, കുളിക്കുന്നു, ചില പ്രത്യേക ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നു, പലതും ഒഴിവാക്കുന്നു. ഇതൊക്കെ ബലപൂർവം നമ്മൾ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന നിബന്ധനകളാണ്, നിയന്ത്രണങ്ങളാണ്. ഈ നിയന്ത്രണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മുടെ സാധാരണ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പലതിനും അഡിക്ട്സ് ആയിരിക്കും. രുചികരമായിട്ടുള്ള ആഹാരങ്ങളായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അത് ആരോഗ്യകരമാവണമെന്നില്ല. പക്ഷേ ഇവിടെ സ്വാമി ആവുന്നതോടുകൂടി ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ വളരെ ലളിതവും പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ സമയാസമയങ്ങളിൽ കൃത്യസമയങ്ങളിൽ മാത്രം കഴിക്കുന്നു, നടക്കുന്നു, കൃത്യമായി കുളിക്കുന്നു, കൃത്യമായി ഉറങ്ങുന്നു. ഇതൊക്കെ നല്ല നല്ല ശീലങ്ങളാണ്. ഈ ശീലങ്ങൾ നമ്മുടെ ഭാഗമാക്കുന്നതോടുകൂടി നമ്മുടെ ആരോഗ്യത്തെ അത് വളരെയധികം സഹായിക്കും. അങ്ങനെ ഈ തീർത്ഥാടന കാലം ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മികച്ച സന്ദേശം തന്നെയാണ് നമുക്ക് നൽകുന്നത്. മല കയറാൻ പോകുന്നത് പല തരത്തിലുള്ള ആൾക്കാരാണ്. അതിൽ വൃദ്ധരുണ്ടാവും, സ്ത്രീകളുണ്ടാവും, കുട്ടികളുണ്ടാവും, അസുഖങ്ങളുള്ളവരുണ്ടാവും. ഈ അസുഖങ്ങളുള്ളവരാണെങ്കിൽ അവർ കഴിക്കുന്ന മരുന്നുകൾ, ഏതൊക്കെ മരുന്നുകളാണ് അവർ കഴിക്കുന്നത്, ആ മരുന്നുകളൊക്കെ അവർ കരുതേണ്ടി വരും. ആ മരുന്നുകൾ ഏത് സമയത്ത് കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു നല്ല കാഴ്ചപ്പാടുണ്ടാവണം. അത് കൂടെയുള്ളവരോട് ഷെയർ അവരോട് പറഞ്ഞു കൊടുക്കണം. എന്ത് മരുന്നുകളാണ് ഇന്ന സമയത്താണ് കഴിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചില അസുഖങ്ങൾ, പ്രത്യേകിച്ച് അലർജിയുള്ള ആൾക്കാർ, ചില അപസ്മാരം പോലെയുള്ള അസുഖങ്ങളുള്ളവർ, അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ളവർ, അവരൊക്കെ വളരെയധികം കരുതലോടുകൂടിയാണ് മല കയറേണ്ടത്. ഇത്തരം വളരെ സ്ട്രെയിനുള്ള കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക ശുശ്രൂഷയെക്കുറിച്ചും ചെറിയ ധാരണകൾ വേണം. അവർക്ക് തന്നെ ചെയ്യാവുന്ന ചില ശുശ്രൂഷകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് ശ്വാസം മുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് അവർ കൺട്രോൾ ചെയ്യേണ്ടതെന്നൊക്കെ അവർ തന്നെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർ മല കയറുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പ്രാണായാമം പോലെയുള്ള ശ്വസന വ്യായാമങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ശ്വാസകോശത്തിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതും മല കയറുന്നതിന് മുന്നോടിയായിട്ട് കുറേ കയറ്റങ്ങളൊക്കെ കയറി ശീലമാക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.